ഒരിക്കലും തകർക്കാനാവാത്തൊരു മൊബൈൽ ഫോണോ? ഇന്നത് കേൾക്കുമ്പോൾ അത്ഭുതമായിരിക്കാം, പക്ഷേ നമ്മൾ 90s കിഡ്സ് പരീക്ഷിച്ചറിഞ്ഞൊരു സത്യമാണത്. ഒരുപക്ഷെ നമ്മളിൽ പലരുടെയും ആദ്യ മൊബൈൽ അതായിരിക്കാം നോക്കിയ 3310. 100 days 100 stories day 50. 2012 വരെയും ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായിരുന്ന നോക്കിയ 2000 സെപ്റ്റംബറിലാണ് നോക്കിയ 3310 എന്ന മോഡൽ ഇറക്കിവിടുന്നത്. 126 മില്യൺ മൊബൈൽ ഫോണുകൾ വിറ്റുകൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തപ്പെട്ട മൊബൈൽ മോഡലുകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് നോക്കിയ 3310. ലോകം മൊബൈൽ ഫോണുകളെ കണ്ട് ശീലിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയത്ത് ഒരു കോംപ്ലക്സ് സിസ്റ്റം ഒരിക്കലും ആളുകൾ ഏറ്റെടുക്കില്ല എന്ന് മനസ്സിലാക്കിയ നോക്കിയ ഏതൊരാൾക്കും നിസ്സാരമായി ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഒറ്റ തവണ ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും ബാറ്ററി കപ്പാസിറ്റി ഉള്ള, അബദ്ധത്തിൽ ഒന്ന് താഴെ വീണാൽ ഒന്നും പറ്റാത്തത്രയും ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ഡിവൈസ് അതായിരുന്നു നോക്കിയ 3310. ഈ ലെഗസി കാരണം വർഷങ്ങൾക്ക് ശേഷം 2017 ഈ ഒരു മോഡലിനെ റീവാമ്പ് ചെയ്ത് നോക്കിയ പുറത്തിറക്കിയപ്പോഴും സ്മാർട്ട് ഫോൺ ട്രെൻഡുകൾക്കിടയിലും അത് വലിയൊരു വിജയമായിരുന്നു. പക്ഷേ ഇൻ പേഴ്സൺ എനിക്ക് നോക്കിയ 3310 ഇത്രയും പ്രിയപ്പെട്ടതായതിന്റെ കാരണം ഞാൻ ആദ്യമായി ഉപയോഗിച്ച മൊബൈൽ ഫോൺ എന്നുള്ളത് മാത്രമല്ല, ഇത്രയധികം ഗ്രാഫിക്സോ വലിയ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു കുഞ്ഞൻ ഗെയിം. ഇപ്പോഴത്തെ ഏതൊരു ഗെയിമിനെക്കാളും അഡിക്റ്റീവ് ആയിരുന്ന സ്നേക്കിന്റെ ഗെയിം ആയിരുന്നു അത്. എനിവേ, നമ്മൾ ഉപയോഗിച്ച ഏതൊക്കെ മൊബൈൽ മോഡലുകൾ മറന്നാലും മറക്കാനിടയില്ലാത്ത നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയുടെ ഭാഗമായിരുന്ന ഒരു ഡിവൈസ് നോക്കിയ 3310. എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച ആദ്യത്തെ മൊബൈൽ മോഡൽ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തു.